വാഞ്ചകളവരേന്തി തിരുമഹിമയ്ക്കരുളി കുന്തിരുവും പൊന്നും മൂരും ഉടയോനെ നിന്നെ രാജജോത്സ്യന്മാർ ഗർഹിത ബേതിലഹേം ഗുഹയിൽ പ്രണമിച്ചു നിൻ പ്രേക്ഷകനായി സ്തോത്രം. ത്രിയേക ദൈവത്തിന് സ്തുതി. അശരണർക്കും ആലംബഹീനർക്കും നിന്ദിതർക്കും നിരാശ്രയർക്കും പ്രത്യാശയുടെ കിരണങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇതാ മറ്റൊരു ക്രിസ്മസ് കൂടി സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ ഉടയവൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ അവനെ വണങ്ങുവാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് ആട്ടിൻ പറ്റത്തിന് കാവൽ നിന്നിരുന്ന ഇടയന്മാർക്കാണ്. മറ്റൊരു സ്വർഗീയ സൗഭാഗ്യം കൂടി അവർക്ക് ലഭിച്ചു. ദൈവ തേജസ് ദൂതന്മാർ വഴിയെ അവരിൽ പ്രശോഭിക്കുകയും സർവ്വജനങ്ങൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷവും നല്ല പ്രത്യാശയെക്കുറിച്ചുള്ള സ്വർഗീയ മാലാഖമാരുടെ വിളംബരവും കേൾക്കുവാനുള്ള ആ മഹാഭാഗ്യം. എന്നാൽ ലോകത്തിന്റെ സൃഷ്ടാവ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നുവെന്ന വാർത്ത അങ്ങ് കിഴക്ക് ദേശത്തുള്ള ജ്യോതിശാസ്ത്രജ്ഞന്മാരായ വിദ്വാൻമാർ നക്ഷത്രങ്ങൾ വഴി മനസ്സിലാക്കി അവിടെ എത്തി. നിക്ഷേപപാത്രത്തിൽ നിന്നും പൊന്ന്, മൂര്, കുന്തിരിക്കം എന്നിവ കാഴ്ചയായി സമർപ്പിച്ചു. ഈ 3 കാഴ്ചകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. സാധാരണയായ ഒരു ശിശുവിന് സമർപ്പിക്കുന്നവയല്ല ഇത്. പൊന്ന് ക്രിസ്തുവിന്റെ രാജാതി രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. മൂര് ക്രിസ്തുവിന്റെ അതിവിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. കുന്തിരിക്കം ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവാരാധനയ്ക്കായി ഉപയോഗിക്കുന്ന കുന്തിരിക്ക സമർപ്പിക്കുന്നതിലൂടെ അവൻ ദൈവമാണെന്ന് സമർത്ഥിക്കുകയാണ്. അതെ, എളിയവനായി പിറന്നെങ്കിലും അവന്റെ മഹത്വത്തെ മനസ്സിലാക്കി അതിവിശിഷ്ടമായി വിദ്വാൻമാർ അവനെ ആദരിച്ചു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എല്ലാ സൃഷ്ടികളും ദൈവത്തിന് സമന്മാരാണെന്നും വലിയ മഹത്വം കൽപ്പിക്കപ്പെടുന്നത് എളിമയാർന്ന ജീവിതം നയിക്കുമ്പോഴാണ് എന്നുമാണ്. അപ്പോഴാണ് ദൈവമഹത്വം നമുക്ക് ലഭിക്കുന്നത്. അവന് ഭൂമിയിൽ സമാധാനം ലഭിക്കും എന്ന സ്വർഗീയ മാലാഖമാരുടെ വിളംബരത്തിന് ഇടയന്മാരോടൊപ്പം നമുക്കും കാതോർക്കാം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നു നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്നു ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 6:45.